എല്ലാവർക്കും നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പരിചയപ്പെടുന്നത് പ്രമുഖനായ ഒരു വ്യക്തിയാണ്, സുധാകരൻ പുഷ്പമംഗലം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻ്റർവ്യൂയിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിൽ കണ്ട് പ്രേക്ഷകരോട് തന്നെ അദ്ദേഹത്തിൻ്റെതായ വിദ്യാഭ്യാസ കാലം മുതൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അവിടം വരെയുള്ള കഥകളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കവിയാണ്, നോവലിസ്റ്റാണ്, നാടകൃത്താണ്, അങ്ങനെ ഒരു നല്ലൊരു സാഹിത്യകാരനാണ്, പോരെങ്കിൽ ഒരു ജ്യോത്സ്യനാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് സുധാകരൻ പുഷ്പമംഗലം. അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് പരിചയപ്പെട്ട് പ്രേക്ഷകരുമായി അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യരംഗത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. സുധാകരൻ പുഷ്പമംഗലം എന്ന വ്യക്തി, അദ്ദേഹത്തെ ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഒരു കഥാകൃത്താണ്, നാടകകൃത്താണ്, അതിനേക്കാൾ ഉപരി ജ്യോത്സ്യനാണ്. അങ്ങനെ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഗാനരചനയുടെയും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങയെക്കുറിച്ച് ആദ്യമായി അങ്ങയുടെ ആ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ ശരിക്കും എൻ്റെ നാട് പെരുമ്പളം എന്ന ദ്വീപാണ്. അപ്പോൾ ഈ ദ്വീപിൽ പണ്ട് സ്കൂളുകളൊക്കെ കുറവാണ്. UP സ്കൂൾ വരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തേർഡ് ഫോറമാണ് അവിടുത്തെ ഏറ്റവും വലിയ. തേർഡ് ഫോറം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 8ാം ക്ലാസ്. അതെ, ഞങ്ങളൊക്കെ 11 ക്ലാസ് പഠിച്ചവരാണ്. അപ്പോൾ തേർഡ് ഫോറം കഴിഞ്ഞാൽ പിന്നെ പെരുമ്പളത്ത് സ്കൂളില്ല, പുറത്ത് പോകണം. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ അമ്മയും തനിച്ചായിരുന്നു വീട്ടിൽ താമസം. അപ്പോൾ അമ്മ അച്ഛനോടൊരു പരാതി പറഞ്ഞു, ഇവന് വളരെ ആരോഗ്യം കുറവാണ്, പൊക്കയില്ല. ഞാൻ അടുത്തുള്ള ഹൈസ്കൂളിൽ പെരുമ്പളത്തുനിന്ന് പോകണമെങ്കിൽ നടന്ന് കടത്ത് കയറി പിന്നെ നടന്ന് വേണം സ്കൂളിലെത്താൻ. അപ്പോൾ അതിനിടെ 2 കടത്ത്, 2 പ്രാവശ്യം നടപ്പ്, ഇത്രയൊക്കെ ഉണ്ട്. കാഞ്ഞിരമുറ്റം സെയിൻറ്റ് ഇഗ്നീഷ്യസ് ഹൈസ്കൂളാണ് അന്ന് പെരുമ്പളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളവർക്കൊക്കെ പഠിക്കാൻ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്ന സ്കൂള്. അത് പെരുമ്പളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, മധ്യഭാഗം തൊട്ട് പടിഞ്ഞാറ് ഭാഗം വരെയുള്ളവർ പാണാവള്ളി NSS ഹൈസ്കൂള് ആയിരുന്നു, അവിടെ പോയി ചേരും. ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പോകാൻ സൗകര്യം സെയിൻറ്റ് ഇഗ്നീഷ്യസ് ഹൈസ്കൂൾ കാഞ്ഞിരമുറ്റം ഇത് ആയിരുന്നു. അപ്പോൾ എന്തായാലും അച്ഛൻ അമ്മയുടെ സങ്കടം പരിഹരിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ അന്ന് ഒരു സന്യാസ വൃത്തി സഹിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വീട്ടിൽ താമസമില്ല, ഒരു ആശ്രമത്തിലായിരുന്നു താമസം. ഇടയ്ക്ക് വീട്ടിൽ വരും. അല്ലെങ്കിൽ അമ്മ അച്ഛന് പെൻഷൻ വാങ്ങാൻ വൈക്കം സബ് ട്രഷറിയിൽ വരുമ്പോൾ അമ്മ ചെന്ന് കാര്യങ്ങൾ പറയും, അച്ഛൻ്റെ അനുവാദം മേടിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ സംവിധാനം. അപ്പോൾ എന്തായാലും എന്നെ അച്ഛൻ കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമം വരെ ഹോസ്റ്റലിൽ ചേർത്തിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അന്ന് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് സ്വാമി ആഗമാനന്ദജി ആയിരുന്നു. ആഗമാനന്ദ സ്വാമിയുമായിട്ട് അച്ഛൻ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗമാനന്ദ സ്വാമിയുടെ ഉപദേശമനുസരിച്ചിട്ട് കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമം വക ഹോസ്റ്റലിൽ താമസിച്ച് അതേ കോമ്പൗണ്ടിലുള്ള ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിൽ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു അച്ഛൻ. ഹോസ്റ്റൽ ഫീസ് അന്ന് 35 രൂപയായിരുന്നു. 35 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് അച്ഛൻ എൻ്റെ അമ്മയോട് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ കൊടുക്കാം. എന്നുവെച്ചാൽ തേങ്ങായിട്ട് കിട്ടുന്ന പൈസ എല്ലാം ബാക്കി വെച്ചിട്ട് ചിട്ടി നടത്താനുള്ളതും കഴിച്ചിട്ട് ബാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമം വക ബ്രഹ്മാനന്ദോദയം ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പ്രീ യൂണിവേഴ്സിറ്റി, പിന്നെ അന്ന് പ്രീ യൂണിവേഴ്സിറ്റിയാണ്, ഇന്നത്തെ പ്രീ ഡിഗ്രി ആയിട്ടില്ല. പ്രീ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ മഹാരാജാസ് കോളേജിൽ ചേർന്നു. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വൈപ്പിൽ എൻ്റെ മൂത്ത സഹോദരിയുടെ വീടുണ്ട്. അവിടെ താമസിച്ചിട്ട് മുരുക്കുംപാടം വഴി ഫ്രീ സർവീസാണ് വിദ്യാർത്ഥികൾക്ക്.
അങ്ങനെ മഹാരാജാസ് കോളേജിൽ ഒരു ഹൈക്കോർട്ട് ജെട്ടിയിലാണ് അത് വരിക. അവിടുന്ന് നടന്ന് മഹാരാജാസ് കോളേജിൽ വരും. അങ്ങനെ പഠിച്ചു. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു. അതിനുശേഷം ഇനി അനന്തര പഠനം, അത് അന്ന് മെഡിസിന് MBBS പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ പ്രീ മെഡിസിൻ കോഴ്സിന് അപ്ലൈ ചെയ്തു. കിട്ടും എന്നുള്ള ഒരു അമിതമായ വിശ്വാസം കാരണം ഞാൻ ഡിഗ്രിക്കൊന്നും ചേർന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഏതാണ്ട് ഡിഗ്രി ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു ടേം കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ ഒരു സ്നേഹിതൻ അന്ന് മഹാരാജാസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിരുന്നു, PV അപ്പു മാസ്റ്റർ. അദ്ദേഹം കെമിസ്ട്രി പ്രൊഫസറായിരുന്നു അവിടെ. അന്ന് കോളേജ് പ്രിൻസിപ്പൽ A ചന്ദ്രഹാസനായിരുന്നു. അദ്ദേഹം ഒരു ഗാന്ധിയനും ഹിന്ദി പ്രസ്ഥാനത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനുമായിരുന്നു. എന്തായാലും പിന്നെ അപ്പുമാഷ് എൻ്റെ അടുത്ത അച്ഛൻ പോയി. അങ്ങനെ എനിക്ക് അഡ്മിഷൻ തരമാക്കി വന്നപ്പോൾ ഞാൻ അന്നേരം പുഷ്പമംഗലം എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ ഈ കായൽ തീരത്ത് കല്ലിലിരുന്നിട്ട് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് അച്ഛൻ്റെ കൂടെ പോയിട്ട് ഓടി വന്നത്. എടാ വേഗം ഷർട്ടിട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ വലിയിട്ട്, അത് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടാണ്, നീ ആ ചൂണ്ടയൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു. ചൂണ്ട ഇടുന്നത് വെറുതെ വിനോദത്തിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ പിന്നെ ഉടനെ തന്നെ പോയി 4 മണിക്ക് എറണാകുളത്ത് അപ്പു മാസ്റ്ററുടെ മുറിയിൽ ചെന്നു. അപ്പം മാഷ് പറഞ്ഞു, ഒരു ലേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഞാൻ പറഞ്ഞു എന്ന് പറയൂ ഹെഡ് ക്ലർക്കിനോട് തരാൻ. അന്ന് വൈദ്യനാഥൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ക്ലർക്കായിരുന്നു മഹാരാജാസ് കോളേജിലെ ഹെഡ് ക്ലർക്ക്. അദ്ദേഹത്തിൻ്റെ പ്രാണനും ആത്മാവും ഈ കോളേജിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. എന്തായാലും അപ്പോൾ 2 രൂപ കൊടുത്ത് ലേറ്റ് ആപ്ലിക്കേഷൻ മേടിച്ചു. ആപ്ലിക്കേഷൻ ഫോം അപ്പു മാസ്റ്ററുടെ മേശപ്പുറത്ത് വെച്ച് തന്നെ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ മാത്തമാറ്റിക്സിന് ഒഴിവുണ്ട്, ഓപ്പൺ വേക്കൻസിയാണ്, അപ്പോൾ അതെഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് MBBS പോകണം, ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ട് BSc എടുത്തതിന് ശേഷം എനിക്ക് MBBS പോകണം. എന്നാൽ ശരി, സുവോളജി എഴുതാൻ പറഞ്ഞു. അങ്ങനെ സുവോളജി എഴുതി. ഫുൾ സബ്സിഡി കെമിസ്ട്രി എഴുതി. ചേർന്നപ്പോൾ ഫുൾ സബ്സിഡി കെമിസ്ട്രിക്ക് വേക്കൻസി ഇല്ല, ബോട്ടണിയായി ഫുൾ സബ്സിഡി കിട്ടി. അതിനുശേഷം കെമിസ്ട്രിയിൽ വേക്കൻസി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഡിഗ്രി പഠനം എറണാകുളം പ്രീ യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനവും എറണാകുളം മഹാരാജാസ് കോളേജിൽ നടത്തി. അന്ന് പ്രഗത്ഭന്മാരായ AK ആന്റണി, വയലാർ രവി, അന്തരിച്ചു പോയ വാസുദേവ് പണിക്കർ തുടങ്ങിയവരൊക്കെ അന്ന് അവിടെയാണ് എൻ്റെ സീനിയേഴ്സ്. ഒരു കൊല്ലത്തിന് അവരെൻ്റെ സീനിയേഴ്സാണ് കോളേജിൽ. അന്ന് ഇവരുടെയൊക്കെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങോട്ട് വരും, എന്നിട്ട് കുറച്ച് പ്രസംഗിക്കും, എന്നിട്ട് അവർ ഇറങ്ങിപ്പോകും. എനിക്കതിൽ വലിയ എൻചാൻറ്റിങ് ആയിരുന്നു. അതായത് ഒരു ആവേശദായകമായിട്ടുള്ളൊരു ഇതായിട്ടൊക്കെ തോന്നിയത്. അപ്പോൾ അതിനിടയിൽ SFIക്കാർ വളരെ കുറവായിരുന്നു അന്ന്. പിന്നീട് മഹാരാജാസ് കോളേജ് SFIൻ്റെ കോട്ടയായി. ഇപ്പോഴും SFIൻ്റെ കോട്ടയായിട്ട് തുടരുന്നു. പക്ഷേ അന്നത്തെ കാലത്താണ്. പക്ഷെ ആ കൊല്ലത്തെ കോളേജ് ഇലക്ഷന് ശേഷം ഗുരുതരമായ ഒരു സംഘടന ഉണ്ടായി. അതൊക്കെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഡിഗ്രി കഴിഞ്ഞപ്പോഴെങ്കിലും MBBS പോകണം എന്നുള്ള ചിന്തയിൽ അക്കൊല്ലം മാത്രം എനിക്ക് MBBSകാരനാകരുത് എന്നുള്ള പ്രകൃതിയുടെ നിശ്ചയം കൊണ്ടാണോ എന്തോ ഇൻറ്റൻസീവ് കോഴ്സ് MBBS അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു പ്രാഥമിക യോഗ്യതയാക്കി ഗവൺമെൻറ് തീരുമാനിച്ചു. അതുവരെ അങ്ങനെയല്ല, MBBS അഡ്മിഷൻ കിട്ടും, അതിനിടയിൽ ഇൻറ്റൻസീവ് കോഴ്സ് പാസ്സാവണം, പാസ്സായി എടുത്താൽ മതി, ഇത്ര. പക്ഷെ അക്കൊല്ലം കമ്പൽസറി ആയി. അപ്പോൾ ഞാൻ ഈ പെരുമ്പളം ദ്വീപുകാരനായതുകൊണ്ട് അങ്ങോട്ട് വലിയ പത്രം വരുന്നുണ്ട്. പക്ഷേ ഈ പത്രത്തിലൊന്നും വാർത്തയൊന്നും അത്ര കാര്യമായിട്ട് ഗൗനിച്ചില്ല. അങ്ങനെ ഇൻറ്റൻസീവ് കോഴ്സിന് പോയില്ല. തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ കോളേജിൽ ചെന്നു. എൻ്റെ സുവോളജി പ്രൊഫസർ മിസ്റ്റർ അനന്തനാരായണൻ അയ്യർ, അദ്ദേഹത്തെ പോയി കണ്ടു. പറഞ്ഞു, സുധാകരൻ എവിടെയായിരുന്നു ഇത്രയും കാലം? ഈ ലിസ്റ്റ് ഞങ്ങൾ അയച്ചു കഴിഞ്ഞു, ഇനി പുതിയ ആളെ എടുക്കാൻ പറ്റില്ല. ആ ലിസ്റ്റ് മെഡിക്കൽ കോളേജിലും പോയി, വിദ്യാഭ്യാസ വകുപ്പിലേക്കും പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഇതും കഴിഞ്ഞു. MScക്ക് പോകാമെന്ന് കരുതി. MScക്ക് പോകാൻ തേവര കോളേജിൽ അന്ന് MScക്ക് അഡ്മിഷൻ തരാം, ഒരു ഫ്രൈഡേ ചെല്ലാൻ പറഞ്ഞു. ഫ്രൈഡേ ചെന്നു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ ഫാദർ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഡിയർ സുധാകരൻ, ഐ എം വെരി സോറി, that seat I have offered to you have been allotted to a candidate optioned by Pala Bishop. എങ്ങനെയാണ് ഈ നോവലിസ്റ്റ് രംഗത്തേക്ക് പ്രവേശിച്ചത്?
അതേക്കുറിച്ചൊന്ന് പറയാം. എഴുത്തിൻ്റെ കാലഘട്ടം, അതായത് പഠനകാലത്ത് തന്നെ എഴുതുക ഒരു സ്വഭാവമായിരുന്നു. ആദ്യം ഡയറി കുറിപ്പുകളായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ചെറുകഥ സെക്കൻഡ് ഭാരത്തിൽ പഠിക്കുമ്പോഴാണ് എഴുതുന്നത്. ചെറുകഥയാണ് അത്. അന്നൊക്കെ ക്ലാസ്സുകളിൽ മീറ്റിംഗ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവസാന പീരീഡ് മീറ്റിങ്ങുകളാണ്, സാഹിത്യ മീറ്റിംഗ്. അപ്പോൾ അതിൽ പ്രസംഗിക്കും, അതിൽ കഥകൾ വായിക്കും, ലേഖനങ്ങൾ വായിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറുകഥ എഴുതി ആദ്യം വായിച്ചു കേൾപ്പിച്ച എൻ്റെ അമ്മയെയാണ്. അമ്മ വായിച്ചു കേട്ടിട്ട് പറഞ്ഞു, ഇത് ഏതാടാ ഈ പെണ്ണ്? കാരണം ആ ചെറുകഥയിലെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് എൻ്റെ ക്ലാസ്സിലുള്ള പെണ്ണ് തന്നെയായിരുന്നു എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത്. ഞാൻ പകർത്തിയത് നല്ല മിടുക്കിയായിരുന്നു. അപ്പം ഞാൻ ഞാനും എൻ്റെ സ്നേഹിതന്മാരും കൂടി രാശിവട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണും അച്ഛനും കൂടി അതിൽ നടന്നു പോയി. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ആകർഷണം തോന്നി. അങ്ങനെ അവളെ കഥാപാത്രമാക്കിക്കൊണ്ടാണ് ആ ചെറുകഥ എഴുതിയത്. അപ്പോൾ എന്നാലും അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് എഴുതും. ഹൈസ്കൂളിലെത്തിയപ്പോൾ എഴുതാനുള്ള ആദ്യത്തെ ഇൻറ്റൻഷൻ അത് പറയുകയാണ്. ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്ക് ഒരു എക്സ്കർഷൻ പോയി. അധ്യാപകൻ പറഞ്ഞു ഒരു യാത്രാ വിവരണം എഴുതണമെന്ന് പറഞ്ഞു. അന്ന് സാഹിത്യകാരനായിട്ടുള്ള കോഴിക്കോടുകാരൻ ഒരു വാസുദേവൻ നമ്പ്യാതിരിയായിരുന്നു മലയാളം അധ്യാപകൻ. അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എല്ലാ കുട്ടികളും എഴുതിയതൊക്കെ ഇദ്ദേഹം ഒന്നൊക്കെ ഓടിച്ചു നോക്കി. എൻ്റെത് കിട്ടിയതിന് ശേഷം അത് അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറേ വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് ഇത്രയും വായിച്ചതെന്നാണെന്നറിയോ, ഇതിൻ്റെ തുടക്കം എന്നെ പിടിച്ചിരുത്തി കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ തുടക്കം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ ബസ്സിൻ്റെ സൈഡിൽ കൂടി ഒരു തള്ളുവണ്ടിയിൽ വാഴ കന്നുകൾ വെട്ടി കയറ്റിക്കൊണ്ട് ഏലയ്യ വിളിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണ്. ഇതാണ് ഞാൻ ഏലയ്യ. ആ നാദം വളരെ ആകർഷകമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് തലയിട്ട് നോക്കിയെന്നും പറഞ്ഞിട്ടാണ് യാത്രാ വിവരണം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ സ്കൂൾ മാസിക, കയ്യെഴുത്ത് മാസികയാണ്. അതിലൊരു ലേഖനം എഴുതി കൊടുത്തു. രണ്ടാമത്തെ കൊല്ലം എഴുതി കൊടുത്തപ്പോൾ ഒരു കഥയാണ് എഴുതി കൊടുത്തത്. അത് മാഷ് പ്രസിദ്ധീകരിച്ചില്ല. ഉടനെ ഞാൻ സന്ദേശം എന്നുള്ള പേരിൽ ഒരു മാസിക, കയ്യെഴുത്ത് മാസിക ഞാൻ പത്രാധിപരായിട്ട് അങ്ങോട്ട് തുടങ്ങി. ഞാൻ അന്ന് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റൽ സ്റ്റുഡൻസിൻ്റെ വക ഒരു മാസിക എന്നുള്ള തരത്തിൽ അങ്ങനെ ഞാൻ സന്ദേശം പത്രാധിപരായി. സ്കൂളിലൊക്കെ ആ തരത്തിൽ അറിയും. അന്ന് ക്ലാസ് മീറ്റിങ്ങുകളിൽ മറ്റുള്ള ക്ലാസ്സുകളിലുള്ളക്കും എന്നെ ക്ഷണിക്കും അധ്യക്ഷനായിട്ട്. അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ എഴുത്തിൻ്റെ ആരംഭം. അങ്ങനെയുടെ ഈ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഏത് ജോലിയിലാണ് പ്രവേശിച്ചത്? എങ്ങനെയായിരുന്നു അതൊക്കെ? ഞാൻ ആദ്യം പ്രവേശിച്ച ജോലി മുനിസിപ്പൽ സർവീസിൽ PSC വഴി എന്താ പറയുക LD ക്ലാർക്ക് ആൻഡ് ബിൽ കളക്ടർ എന്നുള്ള തസ്തികയിൽ ടെസ്റ്റ് എഴുതി വിജയിച്ച് ആ നിയമനമാണ് കിട്ടിയത്. അതിൽ ഞാൻ ത്രോൺ ഔട്ടായപ്പോൾ വേറെ അപ്പോയിൻമെൻ്റ് ഓർഡറിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഇൻ്റർവ്യൂ കാർഡ് കിട്ടുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ചെന്നു, അവിടെയൊക്കെ ജോയിൻ ചെയ്തു. ആദ്യം ഡെയിലി വേജസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളെയൊക്കെ അങ്ങ് പിരിച്ചുവിട്ടു. ഒരു 32 ആളെ പിരിച്ചുവിട്ടു. അപ്പം ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഒരു രാഷ്ട്രീയവും ഇല്ല, ഇന്നും ഇല്ല. ഇന്നിപ്പോൾ എല്ലാ സംഘടനകളും ഏതാണ്ട് ഡീഫങ്ക്റ്റ് ആയിരിക്കുകയാണ്. വെറും ലെറ്റർ പാഡ് സംഘടനകളേ ഉള്ളൂ. അതിരിക്കട്ടെ, ഞങ്ങൾ എന്തായാലും വയലൻ്റായിട്ട് സമരം ചെയ്തു. ഒന്ന് തല്ലുകയും കൊല്ലുകയൊന്നും ചെയ്തൊന്നുമില്ല ആരെയും. സഹന സമരങ്ങളാണ് മുഴുവൻ. അപ്പം അങ്ങനെ സമരം ചെയ്ത് ഞങ്ങളെ തിരിച്ചെടുക്കേണ്ടി വന്നു അന്നത്തെ മാനേജ്മെൻറ്റിന്. അങ്ങനെ തിരിച്ചെടുത്ത് റെഗുലറൈസേഷൻ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ വിവാഹം കഴിച്ചു. അപ്പോൾ അത് ജോലിയുടെ കാര്യം തന്നെ പറയുമ്പോൾ, ഈ ജോലി ഞാൻ അന്ന് പെരുമ്പളത്ത് നിന്ന് ഡെയിലി കൊച്ചിയിലാണ് പോയി വരുന്നത്. അന്ന് പെരുമ്പളത്ത് നിന്ന് 6 മണി കഴിഞ്ഞാൽ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു കടത്തുകാരനെ ഞങ്ങൾ മാസ ശമ്പളത്തിന് വെച്ചു. അവൻ വന്നിട്ട് 8 മണി വരെ എന്നെ കാത്തു നോക്കും. ആ സംഗതി പിന്നീട് അനേകം
ഇങ്ങനെ ജോലിക്ക് പോകുന്നവർക്കുള്ള ഒരു നാട്ടിലേക്ക് വരാനുള്ള മാർഗമായിട്ട് പിന്നീട് മാറി. കാരണം സുധാകരന്റെ കടത്തോളത്തിൽ നമുക്ക് പോകാം. അപ്പോൾ ആളുകളൊക്കെ 8 മണി വരെ വരും. അപ്പോൾ ഞങ്ങൾ 8 മണി വരെ കാക്കും, ഞാൻ നേരത്തെ വന്നാലും. ഇങ്ങനെയൊക്കെ അങ്ങനെ അന്ന് ആ കടത്തുകാരൻ പിന്നെ ഞങ്ങളോട് ഒരു കണക്ഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. പെട്ടിവേലായുധൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. വളരെ ഫലിതപ്രിയനും ഒക്കെയാണ്. വള്ളം അക്കരന്ന് വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാറ്റും കോളും ഉള്ള സമയത്ത് ഞങ്ങൾ അക്കരെ കാത്തിരിക്കും. അതിനുശേഷം ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും വള്ളം വിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ആ സമയം വരെ ആദ്യമൊക്കെ എൻ്റെ അമ്മയും അതിനുശേഷം എൻ്റെ ഭാര്യയും കാത്തിരിക്കും, ഇക്കരയ്ക്ക് എത്തണ്ടേ. അങ്ങനെയായിരുന്നു. അതിനുശേഷം മക്കളായപ്പോൾ ഇവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം. പെരുമ്പളത്ത് ഒരു രക്ഷയില്ല. അങ്ങനെ പെരുമ്പളത്തൊരു അംഗനവാടി ഉണ്ടായിരുന്നു, അതിൽ വിട്ടുവെങ്കിലും അത് പോരാ. അങ്ങനെ ഞാൻ ജോലി സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സമ്പ്രദായം തുടങ്ങി. അത് റിട്ടയർ ചെയ്യുന്നത് വരെ ആ സമ്പ്രദായമായിരുന്നു. 39 കൊല്ലവും 11 മാസവും സർവീസ് പൂർത്തിയാക്കിയാണ് റിട്ടയർ ചെയ്തത്. വോളണ്ടറി റിട്ടയർമെന്റ് ആയിരുന്നു. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ പറയുന്നില്ല. കോളേജ് ജീവിതത്തെക്കുറിച്ചും മറ്റ് യാത്രാ വിവരണത്തിലേക്ക്, അതായത് ഈ നോവലിസ്റ്റ് രംഗത്തേക്ക് പ്രവേശനം നടത്തിയതുവരെയുള്ള കഥകൾ പറഞ്ഞു. ഇതുവരെ എത്ര നോവൽ രചിച്ചിട്ടുണ്ട്? 6 നോവല് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൂടാതെ ഒരു 3-4 നോവൽ എഴുതിയത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പ്രസിദ്ധീകരണത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വരികയും ഒരു നോവല് പ്രസിദ്ധീകരിക്കാനായിട്ട് അന്നത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ CP ശ്രീധരനെ കൊടുക്കുകയും അദ്ദേഹം പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം വീക്ഷണം പത്രാധിപരായതോടുകൂടി കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റി. എനിക്ക് അന്ന് സർവീസിലെ ആന്ധ്രാപ്രദേശിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ പിന്നെ തുടർന്ന് എപ്പോഴും കാണാൻ പറ്റിയില്ല. പിന്നീട് വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എറണാകുളത്തെ വീട്ടിൽ അത് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ മിസ്സായിട്ടുണ്ട്, സംഗതി കാണില്ല, വേറെ ഒന്ന് എഴുതാൻ പറഞ്ഞു. വേറെ ഒന്ന് എഴുതണത് എങ്ങനെയാ? ഈ എഴുതുക എന്ന് പറയുന്നത് മടല് തല്ലി പിരിക്കും പോലുള്ള സംഗതിയല്ല. ഇത് നമുക്ക് ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലോ ടു ദി ഔട്ടർ സൈഡ്. അങ്ങ് പൊട്ടിക്കൊണ്ടിരിക്കും. അതങ്ങനെയാണ്. അതല്ലാണ്ട് വീണ്ടും അത് പിന്നെ എഴുതണമെന്നൊക്കെ പറയുന്ന ഒരു ക്രൂരതയാണ്. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള കണക്ഷൻ അങ്ങോട്ട് നിർത്തി. പിന്നെ അങ്ങനെ എഴുതിയതാണ് സ്മൃതി എന്ന് പറയുന്ന ഒരു നോവൽ. തനിയെ അതങ്ങ് എറണാകുളത്ത് അച്ചടിപ്പിച്ചു. അപ്പോൾ അന്ന് പിന്നെ ഈ മറ്റേ അച്ചുനിരത്തലാണ്. അത് അച്ചുനിരത്തലൊക്കെ പേജുകൾ അന്ന് ഏതാണ്ട് 112 പേജാണ് അതിനുണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ പുസ്തകത്തിൻ്റെ കോപ്പി പോലും ഇപ്പം എൻ്റെ കയ്യിലില്ല. കാരണം ഈ ഞാൻ ട്രാൻസ്ഫറായി പോകുന്നിടത്തൊക്കെ പിന്നെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് തറവാട്ടിൽ തന്നെ ഇരുന്നു. ഇത് ഇരുന്ന അലമാര ശരിക്കും ശരിക്കും പഠിച്ചു ഈ പുസ്തകമൊക്കെ. അപ്പൊ പിന്നെ വന്നു നോക്കിയപ്പോ ചെതല് മാത്രമേ ഉള്ളൂ. അതാ ഉണ്ടായത്. പഠിച്ച് പാസ്സായിരിക്കുന്നു. അതെ, അതാണ് ആദ്യത്തെ നോവൽ. അതിനുശേഷം എഴുതിയത് ആത്മാവിൽ അഭയം എന്ന് പറയുന്ന ഒരു നോവലാണ്. ആത്മാവിൽ അഭയം എൻ്റെ ആന്ധ്രാപ്രദേശിലുള്ള ജോലി കാലത്ത് ഉണ്ടായ സഹപ്രവർത്തകരും ഓഫീസർമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നോവലാണ്. ഇതിനിടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും നോവലുകൾ എഴുതി ഏതെങ്കിലും നോവലിന് അവാർഡുകളോ മറ്റു പുരസ്കാരങ്ങളോ ലഭിച്ചിട്ടുണ്ടോ? ഒരു നോവലിനും ഒരു അവാർഡും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ വലിയ അവാർഡുകളായിട്ട് ഞാൻ കണക്കാക്കുന്നത് വായനക്കാരുടെ ചില വിളികൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു ദിവസം 4:30 മണിക്ക് എൻ്റെ ടെലിഫോൺ റിങ് ചെയ്യുന്നു. ആ റിങ് ചെയ്ത് എടുത്തു ചെയ്തപ്പോൾ എന്നോട് സുധാകരൻ എന്ന് പറഞ്ഞിട്ട്, അതേ സുധാകരൻ പുഷ്പമംഗലം ഞാനാണ്. എന്തേ? ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അതെ, സാറിൻ്റെ ആ തിരകൾ തെറുക്കുന്ന തീരം എന്നുള്ള നോവൽ ഞാൻ വായിച്ച് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കരഞ്ഞ് വിങ്ങിപ്പൊട്ടി. എനിക്ക് എന്തായാലും സാറിനെ വിളിച്ചേ പറ്റൂ എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇപ്പം വിളിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഒരു വലിയ അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യത്തെ അവാർഡ്. അതിനുശേഷം ഇതുപോലുള്ള ചില വിളികള് പല കോണുകളിൽ നിന്നും എനിക്ക് വന്നിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് വളരെ സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ഔദ്യോഗികമായിട്ടുള്ള ഒരു അവാർഡും എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു നോവലിനെ പരിഗണിക്കപ്പെടുമെന്നൊരു വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമില്ല. അതിന് കാരണമുണ്ട്. അതായത് ഇന്നത്തെ കാലം അവാർഡുകളൊക്കെ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയം, പിന്നെ സമുദായം, ഇങ്ങനെയുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ഇതാണ്. ആ തരത്തിൽ വരുമ്പോൾ എനിക്ക് അവാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചില തിരിമറികൾ നടക്കുന്നതുകൊണ്ട് യഥാർത്ഥ അംഗീകരിക്കേണ്ട സാധനത്തെ അംഗീകരിക്കാൻ അധികാരികള് തയ്യാറാവില്ല. ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ, ഈ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ നോവലിസ്റ്റ് എന്നെ ഒരു 8 മാസം മുമ്പ് വിളിച്ചിരുന്നു. അത് എല്ലിറത് ഗാളി വീശത് എന്നുള്ള എൻ്റെ ആദിവാസികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാവ്യ നാടകം വായിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. എന്നോട് പറയുന്നത്, ഞാൻ എല്ലിറത് ഗാളി വീശത് വായിച്ചു, വളരെ നന്നായിട്ടുണ്ട്. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ചങ്ങമ്പുഴ അഡോപ്റ്റ് ചെയ്ത അതേ രീതിയിലൊരു കൃതി ഇപ്പോഴാണ് കാണുന്നത് മലയാളത്തിൽ, നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ വേറെ 2 ഉണ്ട്. ആത്മാവിലഭയം വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തിരകൾ തെറുക്കുന്ന തീരം വായിച്ചിട്ടുണ്ട്, മഴവിൽ പൂക്കൾ വായിച്ചിട്ടുണ്ട്. എല്ലാം നല്ല കൃതികളാണ്. അപ്പം ഞാൻ അതിനിടെ അവാർഡിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല. പിന്നീട് എന്നെയും അദ്ദേഹത്തെയും അറിയാവുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് എൻ്റെ ഈ പുസ്തകമൊക്കെ കിട്ടിയത്? ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ പറഞ്ഞത്, സാഹിത്യ അക്കാദമിയുടെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇദ്ദേഹം മെമ്പറാകും ചിലപ്പോൾ, അവർ സാറിന് കൊടുക്കുന്നതാണ്. അന്നൊക്കെ താങ്കളുടെ പുസ്തകത്തിന് അവാർഡിന് സാറ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, താങ്കൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. അദ്ദേഹം ന്യായമായ രീതിയിൽ റെക്കമെൻഡ് ചെയ്തു. ഈ പുസ്തകത്തെ അംഗീകരിച്ചുകൊണ്ട് ഇത് അവാർഡിന് അർഹതപ്പെട്ട നോവലാണെന്ന് പറഞ്ഞു. പക്ഷേ അത് മറ്റുള്ളവരത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അതെ അതെ അതെ. പിന്നെ ഈ നാടകത്തിലേക്ക് കിടക്കാൻ, നാടകം എൻ്റെ ബാല്യകാലം തൊട്ടേ എനിക്ക് നാടകത്തിനോട് ഭയങ്കര അഭിരുചിയായിരുന്നു. ഞങ്ങൾ പിന്നെ ദേശത്തുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് അന്ന് നാടകം സ്റ്റേജ് കിട്ടിയൊക്കെ അഭിനയിക്കും. പിന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് നാടകത്തിനോട് നല്ല അഭിരുചിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ അഭയം ആദ്യത്തെ നോവലാണെന്നേ ഉള്ളൂ. ആത്മാവിൽ അഭയം എഴുതുന്നതിന് മുമ്പ് സോമപാനം എന്നുള്ള നാടകമാണ് എഴുതി തീർത്തത്. അതെൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്ര കമ്മിറ്റിയിൽ കുറേ പേര് കൂടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി എഴുതണമെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ, 2 ക്യാരക്ടർ അഭിനയിക്കാൻ അവർക്ക് ആളില്ല. അപ്പോൾ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും അപ്പോഴത്തേക്കും ആണ് എനിക്ക് ട്രാൻസ്ഫർ വീണ്ടും വന്നു. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായി. അങ്ങനെ വീട്ടിൽ താമസമില്ലാണ്ടായി. കുട്ടികളെ പഠിപ്പിക്കണ്ടേ? അന്ന് പെരുമ്പളത്ത് ഹൈസ്കൂൾ ആയിട്ടില്ല. അപ്പോൾ പോകുന്നിടത്തൊക്കെ ഫാമിലീനെ ട്രാൻസ്ഫർ ചെയ്യും, അവിടെ ഒരു വീട് വാടകയ്ക്കെടുക്കും, കൊച്ചുങ്ങളെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കും. അങ്ങനെയാണ് എൻ്റെ മക്കളുടെ 3 പേരുടെയും വിദ്യാഭ്യാസം നടന്നത്. എൻ്റെ മൂത്ത മകൻ്റെ വിദ്യാഭ്യാസം 3 സ്കൂളിൽ പഠിച്ചിട്ടാണ് പൂർത്തിയായത്. ഒരു നാടകത്തിൽ കഥാപാത്രത്തെ എടുക്കാൻ തയ്യാറായെന്ന് പറഞ്ഞല്ലോ, ആ നാടകത്തിൽ അഭിനയിക്കാൻ സാധിച്ചു? ഇല്ല, അതാ നാടകം പിന്നെ അവതരിപ്പിച്ചില്ല. അല്ല, അത് കൂടാതെ മറ്റേതെങ്കിലും നാടകങ്ങളിൽ വേഷം ചെയ്യാൻ സാധിച്ചു? ഈ വേഷം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾ നാടകം, പിന്നെ ആനിവേഴ്സറി പോലുള്ള ഒരു ഉത്സവം അവിടെ ഉണ്ടാവും. അന്ന് ഞങ്ങൾ നാടകം അവതരിപ്പിക്കുമായിരുന്നു. അത് പിന്നെ ആശ്രമം ഹോസ്റ്റലിലായതുകൊണ്ട് സാമൂഹ്യ നാടകങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. സ്വാമി അംഗീകരിക്കില്ല ഈ പ്രേമവും ബാക്കിയുള്ളതൊന്നും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള തീം കൊണ്ട് ചിലപ്പോൾ ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്, ആ നാടകം അഭിനയിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ ഈ ആത്മീയത നിറഞ്ഞ നാടകം എഴുതി അതിനകത്ത് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് കഥാപാത്രമായിരുന്നു അത്? ഞാൻ ഒരെണ്ണത്തിൽ പിന്നെ ഹരിശ്ചന്ദ്രനായിരുന്നു. ഒരെണ്ണത്തിൽ വേറെ ഒരു നാടകത്തിൽ ഇതുപോലെ ഒരു മുനി കുമാരനായിരുന്നു. വേറെ ഒരു നാടകത്തിൽ എന്താ പറയുക, ഈ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ അവരുടെ കുടിലിൽ നിന്നും പുറത്തേക്ക് പോകലും, അപ്പോൾ അവിടുത്തെ യാതനകളും മൃഗങ്ങളെ കാണലും ഭയപ്പെടലും ഒക്കെയുള്ള ഒരു ഇതിവൃത്തമായിരുന്നു.
അപ്പൊ ഇതില് എന്ന് വെച്ചാൽ എഴുതിയ നാടകങ്ങൾ അത്രയും പുരാണത്തെ ടച്ച് ചെയ്തുകൊണ്ടുള്ള കാര്യം ടച്ച് ചെയ്തിട്ടായിരുന്നു. ആണല്ലേ. അതെ അതെ. ഇപ്പൊ ആകെ എത്ര നോവൽ? അല്ല, സോമപാനം നാടകം പുരാണമല്ല. അല്ല 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 അല്ല. സോമപാനം നാടകം ശരിക്കു പറഞ്ഞാൽ അന്ന് അവതരിപ്പിക്കാനും മടിച്ചത് അതുകൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു. അടിയന്തരാവസ്ഥയിലെ ചില പൾസുകൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നാടകം, സംഭാഷണങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അതാണ് അവർ മടിച്ചതെന്ന് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. നിലനിൽപ്പാണല്ലോ ജീവിതം. അതാ വെറുതെ ഇപ്പോൾ സാഹിത്യത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന കാലമൊക്കെ പോയി. അത് എനിക്കതിനോട് അഭിപ്രായവുമില്ല. സാഹിത്യം മനുഷ്യന് വേണ്ടിയാണ്. എല്ലാം കല എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് കലയിരിക്കുന്നു? അതെ. ഇതിപ്പോ ഈ അടുത്ത ദിവസം ഒരു പുസ്തകം പ്രകാശനം ചെയ്തല്ലോ, ചരിതാർത്ഥയായ സീത. അതിനകത്തും ഈ പുരാണകഥയെ ടച്ച് ചെയ്ത് രാമായണത്തെ ടച്ച് ചെയ്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതെ. അതിന്റെ പ്രചോദനം എന്താണ്? അതിൻ്റെ പ്രചോദനം എൻ്റെ ബാല്യകാലത്തെ എൻ്റെ മനസ്സിൽ മുളച്ചിരുന്ന ഒരു വികാരമാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, കായൽ തീരത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാനും അമ്മയും താമസം ഒറ്റയ്ക്ക്. അപ്പം ഞാൻ പോയി കായൽ തീരത്തുള്ള കല്ലിന്മേലിരുന്നിട്ട് ഇങ്ങനെ കായലിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അമ്മയ്ക്കിത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞതാണ്. അപ്പോൾ ആ ടൈമിലും എനിക്ക് ഇതിലത്തെ സീതയെയും ലവകുശന്മാരെയും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് മറിയുമായിരുന്നു. അന്നേ എനിക്ക് പിന്നെ വീടിടയ്ക്കൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ഈ അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ടാണ് ഈ സീതയിലേക്കും ലവകുശന്മാരിലേക്കും അങ്ങയുടെ മനസ്സ് പോയത്? അത് ഒരു സത്യം തന്നെയാണ്. കാരണം എൻ്റെ അമ്മയുടെ യാതനകൾ കണ്ടപ്പോഴുള്ള വേദന ആണ് എന്നെ ഈ ലവകുശന്മാരെ കുറിച്ച് ചിന്തിപ്പിക്കാൻ കാരണം. അല്ല, എനിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ട കാരണം വാൽമീകിയുടെ ആശ്രമത്തിൽ സീത അത്രയേറെ ത്യാഗം സഹിച്ച് ആ ഗർഭിണിയായ അവസ്ഥയിൽ അവിടെ പ്രസവം കഴിഞ്ഞ് ആ കുട്ടികളെ വളർത്തുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലും തെളിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അതെ, അത് ശരി തന്നെയാണ്. കാരണം പിന്നെ ലവകുശന്മാരെ കാട്ടിൽ വളർന്നു, സീത അവിടെ പ്രസവിച്ചു, ഇതൊക്കെയാണ്. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത, ശ്രീരാമചന്ദ്രൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു രചകൻ ആരോപണം, അതായത് രാവണന്റെ കൊട്ടാരത്തെ താമസിച്ച സ്ത്രീയെ അല്ലേ ഈ രാമൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നപ്പോൾ അത് അദ്ദേഹത്തിന് മാനക്കേടല്ല ഉണ്ടാക്കിയത്. പ്രജകൾക്ക് ഞാൻ ഒരു തെറ്റായ കഥാപാത്രമായി മാറും. രാജാവ് ഇങ്ങനെ രാജാവിൻ്റെ ഭാര്യ അന്യപുരുഷന്റെ കൂടെ കഴിഞ്ഞവളാണ്, എന്നിട്ടും രാജാവ് അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നെന്ന് പറയുന്നത് പ്രജകൾക്ക് ഒരു ചീത്ത കീഴ്വഴക്കമുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയത്തോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് ഇവളെ കൊണ്ടുപോയി വാൽമീകിയുടെ ആശ്രമ പ്രാന്ത പ്രദേശത്താക്കാൻ പറയുന്നത്. കാരണം വാൽമീകിയും ദശരഥനും സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തൻ്റെ ഭാര്യയ്ക്ക് അവിടെ നല്ല സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അശ്വമേധ യാഗം നടത്തുമ്പോൾ, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്വർണപ്രതിമയുണ്ടാക്കി വെച്ചിട്ട് ആ യാഗം നടത്തുക എന്നുള്ള ആ രാജാവിൻ്റെ മനോഗത, അതുപോലെ തന്നെ ആ രാജാവിനെ ധർമ്മവിഗ്രഹവാൻ എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എനിക്ക് ദഹിച്ചില്ല. ഈ കുട്ടികൾക്കും അത് ദഹിച്ചില്ല. ഇതാണ് ഇതിലത്തെ പ്രമേയം. അപ്പൊ ലവകുശന്മാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് സാറ് ഈ ചരിതാർത്ഥയായ സീത രചിച്ചിരിക്കുന്നത്. അതെ, അതൊരു സത്യമാണ്. അത് വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന പ്രമേയമാണ്. എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതാ എഴുതി പ്രസിദ്ധീകരിച്ചു. വായനക്കാരൊക്കെ എന്ത് പറയുന്നു? ഇത് വായിച്ചവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. അതായത് ആദ്യം ഇത് യാമപക്ഷികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ ചേർത്തിരുന്നു. അത് വായിച്ച ഒരു മാന്യ വ്യക്തി എന്നോട് പറഞ്ഞു, നീ ഈ കവിതാ സമാഹാരത്തിൽ കുഴിച്ചിടരുത്, ഇത് അത്ര ഭയങ്കര പ്രമേയമാണ്.
അതുകൊണ്ട് നീ ഇത് പ്രത്യേക പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പുസ്തക രൂപത്തിൽ ഇത് എഴുതാനായിട്ടുള്ള കാരണം. അല്ലെങ്കിൽ അങ്ങനെ എഴുതില്ല. ഇതിൻ്റെ ചിത്രരചന എൻ്റെ കൊച്ചുമകളാണ്, പേരക്കുട്ടിയാണ് ഇതിൻ്റെ ചിത്രരചന നടത്തിയിരിക്കുന്നത്. അത് അവളെ ചിത്രരചന അവളുടെ ജീവനാണെന്ന് അവളുടെ അമ്മയോട് പറഞ്ഞവളാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകളുടെ മകളാണോ? മകളുടെ മകളെ. അപ്പോ ഇതില് കുട്ടിയുടെ പേരെന്താണ്? പിന്നെ ഭദ്ര എന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും, നിശ്ചിത എന്ന് ഔദ്യോഗിക നാമം. 10ാം ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ മോഡൽ ഹൈസ്കൂളില്. അപ്പൊ ഇതിലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞില്ലല്ലോ. പറയാം. എന്താണത്? വിവാഹം അല്ലേ? ഓക്കെ, അത് പറയണമല്ലോ. ഞാൻ കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പൊ കല്യാണമൊന്നും വേണ്ട. അപ്പൊ എന്തായാലും എൻ്റെ അച്ഛൻ അല്ല, അമ്മ പെട്ടെന്ന് മരിച്ചു. നല്ല പിന്നെ അമ്മയെ കണ്ടാൽ ആരും വയസ്സായെന്ന് പറയില്ല. 61 വയസ്സുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മ മരിച്ചതോടുകൂടി ഞങ്ങളുടെ കുടുംബം ആകെ തകരാറായി പോയി. അതായത് 2 പശുക്കള്, കുറച്ച് പാടത്തെ കൃഷി, കുറച്ച് 5-6 മുറി പറമ്പുകൾ, ഇവിടുത്തെ വേലയ്ക്ക് ആളെ നിൽക്കണം, അവർക്ക് അന്ന് വേലക്കാർക്ക് കഞ്ഞി കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ കൂടി വീട്ടിലൊരു പെണ്ണില്ലാണ്ട് പറ്റില്ല. അപ്പോൾ ചേട്ടന്മാരും മൂത്ത പെങ്ങളും കൂടി വന്നിട്ട് പറഞ്ഞു, എടാ നീ ഉടനെ കല്യാണം കഴിക്കണം. ഇപ്പൊ ചേട്ടന്മാരൊക്കെ വേറെ മാറി താമസിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ? ഉടനെ അച്ഛൻ അപ്പുറത്തിരുന്നിട്ട് പറഞ്ഞേ, ഞാൻ കാശിക്ക് പോയിക്കൊള്ളാം, അവൻ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. അമ്മയ്ക്ക് വേണ്ട തരത്തിലുള്ള ഒരു സ്നേഹങ്ങളൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല എന്നൊരു ദുഃഖമുണ്ട്. അച്ഛൻ്റെ അപേക്ഷിച്ചിട്ട് എനിക്കത് ഉണ്ടാകരുതെന്ന് ഓർത്തിട്ട് ശരി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ സ്നേഹിതന് അച്ഛൻ ഒരു കത്തെഴുതി. അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, പുറക്കാടാണ്, പിന്നെ അപ്പോൾ പോയി. അപ്പം അച്ഛൻ പറഞ്ഞടാ പോയി കാണണ്ടേ? അപ്പം അച്ഛൻ പോയി ആദ്യം നോക്ക്, എന്നിട്ട് നമുക്ക് പറ്റണ കുടുംബമൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ വന്നു. അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ സന്യാസത്തിന് വേണ്ടി ഉദ്യോഗം രാജിവെച്ച ആളാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ സന്ധ്യാസമയം ഇവരുടെ വീട്ടിൽ ഭാഗവത പാരായണം നടക്കുക. കർക്കിടക മാസം എന്തോ ആണ്. തൊട്ടടുത്ത് പടിഞ്ഞാറ് വശത്തുള്ള ഒരു പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ വന്നു. അവർ കൂട്ടി ഇങ്ങോട്ട് വിട്ടപ്പോൾ അച്ഛൻ വന്നപ്പോൾ കുട്ടികളും എല്ലാവരും എടുത്തിട്ട് ആവൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒച്ചയ്ക്കുണ്ട്. കാരണം പിന്നെ അച്ഛൻ്റെ കൂടെ ചെന്നിരിക്കുന്ന ആൾ ഇവരറിയുന്ന ആളാണ്. അങ്ങനെ പക്ഷെ ഇവളുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. പാരായണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇവളുടെ അമ്മ അച്ഛനെ തൊഴുതു. അച്ഛൻ അതിൽ വീണു. അച്ഛൻ ഒരു ഇത്തിരി പിന്നെ എന്താ പറയുക താൻ പോരിമ കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഇവളുടെ അമ്മ കൊണ്ടുവന്ന് അച്ഛനോട് ചോദിച്ചു, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? അച്ഛൻ ചോദിച്ചു, എന്തുണ്ടെന്ന് ചോദിച്ചു. പാലുണ്ട്, ചായ ഇടാം, വെള്ളം. അച്ഛൻ പറഞ്ഞു, എനിക്ക് പാല് മതി എന്ന് പറഞ്ഞു. നേരിയ ചൂട് വേണമെന്ന് പറഞ്ഞു. ആ അമ്മ ഒരു ഗ്ലാസ് പാലും ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും കൂടി അച്ഛന് കൊണ്ടുവന്ന് കൊടുത്തത്. അച്ഛന് ഇച്ഛയായി. അപ്പൊ എന്തായാലും ഇവിടത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അച്ഛനെ അന്ന് ഇവളവിടെ ഇല്ല. അച്ഛൻ ചെല്ലുമ്പോ ഇവളവിടെ ഇല്ല. ഇവളന്ന് തിരുവനന്തപുരത്ത് പേരൂർക്കട ഇവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ താമസം. എന്നിട്ട് ചെമ്പഴന്തി കോളേജിലാണ് ഇവളന്ന് പഠിക്കുന്നത്, പ്രീ ഡിഗ്രിക്ക്. എന്തായാലും വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. ഇവളുടെ പ്രീ ഡിഗ്രി ഫൈനൽ ഇയർ പരീക്ഷയുടെ അന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം. അങ്ങനെ അവളുടെ പഠിത്തത്തോടുകൂടി കഴിഞ്ഞു. ഞാൻ കാരണം മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ കോളേജിലും പൊതുപ്രവർത്തനത്തിലും ഈ തൊഴിലാളി മേഖലയിലും ഒക്കെ പ്രവർത്തിച്ചല്ലോ. അതെ. നിങ്ങളൊക്കെ ആരെയും ലൈൻ അടിക്കാൻ പറ്റില്ല? അത് ഒരു രഹസ്യമാണ്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്നാമത് എൻ്റെ ഭാര്യ എൻ്റെ അരികിലുണ്ട്. അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇതൊരു മനപ്രയാസമായാലോ? ഞാൻ ഉദ്ദേശിച്ചത് കുടുംബ സംഘർഷം ഉണ്ടാക്കുക. അല്ല, അതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും
ഞാൻ ട്രേഡ് യൂണിയൻ ഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡ് യൂണിയൻ ഫീൽഡിൽ എന്നെ എല്ലാവർക്കും വളരെ താല്പര്യവും ബഹുമാനവും ഓഫീസർമാർക്കൊക്കെ എന്നെ ഭയവുമായിരുന്നു. ഇനി ഞാൻ ചോദിക്കാനുള്ള കാരണം പറഞ്ഞു തരാം. ഇതിനിടയ്ക്ക് ഈ പട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പെണ്ണ് നടന്നുപോയ കഥ പറഞ്ഞല്ലോ. അവള് പോയി അവളുമായിട്ട് പിന്നെ കണക്ഷൻ ഒന്നുമില്ല. അതാണോ ഇതെന്ന് അറിയാം. അതല്ല ഇവള് ശരിക്ക് ഞാൻ ഇവളെ പ്രേമിച്ചതല്ല, ഇവൾ എന്നെ പ്രേമിച്ചതാണ്. ശരി. അതായത് ഇവളും ഞാനും തമ്മിൽ കണ്ടതിന് ശേഷം തിരുവനന്തപുരത്തുള്ള ഇവളുടെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ എൻ്റെ പിറന്നാളിന് ഇവളും കുഞ്ഞമ്മയുടെ മകളുമായിട്ട് പോയി. അവളിപ്പോൾ പുറക്കാട്ടുണ്ട്. പിന്നെ ഇവന്റെ മധു എന്ന് പറയുന്ന ഒരു പിന്നെ ഇവിടെ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന ഒരുത്തനുണ്ട്, അവന്റെ ഭാര്യ. അവളുമായിട്ട് മധു. അപ്പൊ പിന്നെ ഇവളുമായിട്ട് ഇവള് എംബ്രാനോട് ഒരു പുഷ്പാഞ്ജലി പറഞ്ഞു, സുധാകരൻ തിരുവോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു ചോദിച്ചേ, ഏതാ ചേച്ചി സുധാകരൻ തിരുവോണം? ആ കൊച്ചു വീട്ടിൽ വന്ന് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പുഷ്പാഞ്ജലി നടത്തി. അതെന്തായാലും ചർച്ചയാവുമല്ലോ. അതെ. അപ്പോൾ പിന്നെ അത് പറഞ്ഞ എന്നെ വന്ന് കണ്ട ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവളെ വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ആസൂത്രണമായിരുന്നു. ഇവൾക്ക് അയാളെ ഇഷ്ടവുമല്ല. എന്തായാലും ഇവള് സമരം തുടങ്ങി. മുടിയൊന്നും മര്യാദയ്ക്ക് സമരം അങ്ങനെ പിന്നെ മുടി ഒന്നും എണ്ണ തേക്കില്ല, പിന്നെ അങ്ങനെയൊക്കെയുള്ള നടന്ന പ്രതിഷേധ സമരം. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ ഇവരുടെ കുഞ്ഞമ്മയും അന്നത്തെ കത്ത് ഇടപാടുകളല്ലേ ഉള്ളൂ, മൊബൈലൊന്നുമില്ല. എന്തായാലും അവൾക്ക് എന്തായാലും ആ സുധാകരന്റെ കല്യാണം മതി എന്നാണ് പറയണതെന്ന്. ഇവളുടെ അപ്പൂപ്പൻ അന്നുണ്ട്. ഇവളുടെ അപ്പൂപ്പൻ ഇതൊക്കെ അറിഞ്ഞേച്ചും ഇവളുടെ അച്ഛനെ വിളിച്ചു. ഇവളുടെ അച്ഛനും മാമനും വേറെ ഒരു ആളും കൂടിയിട്ട് ഞങ്ങളുടെ വീട് കാണാൻ വന്നിരുന്നു. അന്ന് കടത്തുവള്ളത്തിൽ കയറിയപ്പോൾ കാറ്റും കൊള്ളും വന്നു, വള്ളം തിരിച്ചടിപ്പിക്കേണ്ടി വന്നു. ഞങ്ങളുടെ വള്ളക്കാരനാ അവൻ അപ്പൊ ഇവര് ഒരു വീട്ടിൽ കയറി അവിടെ ഇരുന്നു. മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞേ, ഞങ്ങളിനി അങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വള്ളക്കാരൻ പറഞ്ഞേ, അത് ശരിയല്ലെന്ന് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമെന്നും പറഞ്ഞ് അവിടെ കാത്തിരിക്കുന്നു. ആ വീട് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? അത് ആ പെരുമ്പളം കിഴക്കേ പ്രദേശത്ത് അന്തസ്സിന്റെ ഒരു പര്യായമാണ് ആ വീട്. നിങ്ങൾ ഇങ്ങനെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അവര് കാത്തിരിക്കുമ്പോൾ ചെല്ലാതിരുന്ന എന്തൊരു മര്യാദ വീടാണ്. നിങ്ങൾ ചെന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോര്, അതല്ലേ മര്യാദ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അയാളുടെ വായിൽ ഇവരും വീഴും. അതെ. അങ്ങനെ എന്തായാലും ആ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോ ഇവളുടെ അച്ഛൻ തീരുമാനിച്ചു ഈ ദ്വീപിലേക്ക് പെണ്ണിനെ കൊടുക്കണ്ടെന്ന്. ഇവളുടെ അപ്പൂപ്പൻ അതറിഞ്ഞും വിളിച്ച്, എടാ നീ ആ പെണ്ണിനെ സുധാകരന് കല്യാണം കഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ കയ്യില് അവളെ പിടിച്ചു കൊടുക്കും. ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോ ഇവളുടെ അച്ഛൻ വഴങ്ങി. അപ്പം അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹം വഴങ്ങി. അദ്ദേഹത്തിന്റെ മകനാണല്ലോ ഇവളുടെ അച്ഛൻ. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇപ്പോ മക്കൾ എത്ര പേരാണ്? 3 മക്കളാണ്. ഒരാണ് 2 പെണ്ണ്. മൂത്തത് ഹോമിയോ ഡോക്ടർ, താഴെ ഒരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക, സ്വപ്നരാജി എന്നാണ് മകളുടെ പേര്. മകന്റെ പേര് സുധീന്ദ്ര രാജു, ഡോക്ടറാണ്. സ്വപ്നരാജി കുഞ്ചുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അവിടുത്തെ തന്നെ അധ്യാപകനായിട്ടുള്ള സുനിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇളയ മകൾ ഹോമിയോ ഡോക്ടറാണ്, സ്നേഹ എന്നാണ് പേര്. അവള് ഇപ്പോ കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. അവളുടെ വീടാണ് ഇത്. നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന വീട് അവളുടെ വീടിന്റെ അധികാരി അവളാണ്. അവിടെയാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആ വിദ്യാഭ്യാസ കാലം മുതൽ ജോലിക്കാലവും മറ്റേ വിവാഹ കാലങ്ങളെക്കുറിച്ചും മറ്റ് ജീവിതത്തെക്കുറിച്ചും സമരം വരെ ചെയ്ത കാര്യം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ്. അതെ. ഇനി നമ്മുടെ ഈ പ്രേക്ഷകരോട്
അവർക്ക് കൊടുക്കാൻ ഒരു ഉപദേശം എന്താണ്? അങ്ങനെ വളരെ പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയാണെന്ന് ഈ പുസ്തകത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറയുമ്പോൾ ഞാൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ 18 അധ്യായവും യൂട്യൂബിലെ എപ്പിസോഡായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ചില പ്രഭാഷണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതും എൻ്റെ കൃതികളിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്നതുമായ സംഗതി, നമ്മളെക്കുറിച്ച് നമുക്ക് സ്വത്വബോധം വേണം. അതാണ് ഏറ്റവും പ്രധാനം. കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്വത്വബോധം, ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധം വേണം. ഞാൻ ആരാണ് എന്നുള്ള ആ ബോധത്തിന് വിപരീതമായിട്ടുള്ള പെരുമാറ്റം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിനെതിരായിട്ട് പ്രതികരിക്കുവാനുള്ള ആർജവം എല്ലാ മനുഷ്യരും കൈക്കൊള്ളണം. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും. അതാണ് എനിക്ക് അവരോട് കൊടുക്കാനുള്ള സന്ദേശം. ഓക്കെ, എന്തായാലും വളരെ അറിവ് പകർന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഈ കലാകാരന്മാരെ മാത്രമാണ് ഇതുവരെ ഈ സ്പിരിറ്റ് ഓഫ് കേരള ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തത വന്നത്, അതിൻ്റെ ഒരു പ്രചോദനമായത് ഈ പുസ്തകമാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിരുന്നു. അപ്പോഴാണ് വളരെ വർഷങ്ങളായി അറിയാമെങ്കിൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഓരോ അറിവുകൾ ഈ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത്. ഏതായാലും ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഇതോടൊപ്പം സഹകരിച്ച നമ്മുടെ സുധാകരൻ പുഷ്പമംഗലം സാറിനും സഹധർമ്മിണിക്കും സ്പിരിറ്റ് ഓഫ് കേരളയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യക്തികളുമായി ഈ ചാനലിലേക്ക് ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.